ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈവ് ഡ്രിഫ്റ്റ് ആൻഡ് ഡ്രാഫ്റ്റ്. ഇന്ന് നമ്മൾ നോക്കുന്ന വണ്ടി യമഹ XSR 155 എന്ന ബൈക്കാണ്. ബൈക്കിന് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തന്നെ ഭയങ്കര റെട്രോ സ്റ്റൈലിംഗ് ആണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്രണ്ടിലെ റിംഗ് ലൈറ്റ് പോയിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു റെട്രോ സ്റ്റൈൽ വണ്ടി. R15ൻ്റെയും MT15ൻ്റെയും സെയിം എൻജിൻ, സെയിം ചേസസ്, ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ് ഈ ഒരു വണ്ടിക്കും കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, R15 MT15 സെയിം എൻജിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പെർഫോമൻസും അതുപോലെ സൂപ്പറാണ്. അത്യാവശ്യം നല്ല വിസിബിളായ ക്ലസ്റ്ററാണ് XSR 155 എന്ന ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചസ് സാധാ ബൈക്ക് പോലെ തന്നെ ഹൈ ബീം, ലോ ബീം, ഹോൺ, ഇൻഡിക്കേറ്റർ, അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കിൽ സ്വിച്ച്, ഹസാർഡ്, ഇതൊക്കെയാണ് സ്വിച്ചസ്. കീയുടെ പൊസിഷൻ വരുന്നത് ടാങ്കിന് മുകളിലാണ്. അത് നല്ലൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു റെട്രോ സ്റ്റൈലിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി ആണ് യമഹ ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്കാണെങ്കിൽ അപ്സൈഡ് ഡൗൺ ഷോക്സ് ആണ്. എൻജിൻ സ്പെക്ക് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. അത്യാവശ്യം എനിക്ക് നന്നായി ബോധിച്ച ലുക്കാണ് യമഹ XSR 155ൻ്റെ ഒരു ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എല്ലാം ഉള്ള ഒരു ഡിസൈൻ നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഈ വണ്ടിയുടെ ഡിസൈനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കമൻറ്റ് ബോക്സിലൊന്ന് പറയാട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു റെട്രോ ബൈക്കിന് കൊടുക്കേണ്ട ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ യമഹ കൊടുത്തിട്ട് തന്നെ ഈ വണ്ടി ഇറക്കി വിട്ടേക്കുന്നത്. റെട്രോ എന്ന് പറഞ്ഞ് മറ്റേ പവർ ഇല്ലയെന്ന് ഒരിക്കലും ചിന്തിക്കില്ല കേട്ടോ. ബാക്കിലത്തെ ടയർ 140/70R17 ആണ്. പിന്നെ ഷോക്ക് പറഞ്ഞാൽ സ്വിംഗ് ആം ലിങ്ക് സസ്പെൻഷനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നേരത്തെ പറയും USD ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ടയർ വരുന്നത് 100/80/17 ആണ്. ഫ്രണ്ടിൽ 282 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 220 mm ഡിസ്ക് ബ്രേക്കാണ് XSR 155ന് യമഹ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, ഭയങ്കര രസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആർക്കും അതുപോലെ XSR എഴുതിയേക്കുന്നതും ഡീറ്റെയിലിംഗ് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ നന്നായിട്ടത് എനിക്കിഷ്ടമായി കേട്ടോ ആ ഡീറ്റെയിലിങ്. നിങ്ങൾ അതും ഒന്ന് അഭിപ്രായം പറയുക. പിന്നെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതാണ്. പക്ക റെട്രോ സ്റ്റൈലിംഗ് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. സീറ്റും യമഹ റെട്രോ സ്റ്റൈലിംഗ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു വലിയ വണ്ടിയെ കയറി ഫീൽ ഈ വണ്ടിയൊക്കെ തോന്നത്തില്ല കേട്ടോ. ഒരു നിമ്പിളായ ബൈക്കാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടും ബാക്കും 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു നിമ്പിൾനെസ് ഈ ഒരു ബൈക്കിന് ഉണ്ട്. സീറ്റിൻ്റെ ഡിസൈൻ റെട്രോ ആണെങ്കിലും കംഫർട്ട് അത്യാവശ്യം നല്ല മോഡേൺ ആണ് കേട്ടോ. റൈഡേഴ്സ് ട്രയാങ്കിൾ പറയുവാണെങ്കിൽ സീറ്റിന് നേരെ താഴെ ഫുഡ് ബാക്ക് വരുന്നത്. അപ്പം കുറച്ച് കമ്മിറ്റഡ് ആണ് കാല്, പക്ഷേ കംഫർട്ടബിൾ ആണ് കേട്ടോ. അതുപോലെ ഹാൻഡിൽ ബാർ ഇച്ചിരി റേസ്ഡ് ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്കത് സിറ്റി കൂടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു റെട്രോ സിറ്റി ബൈക്ക് എന്ന് നമുക്ക് ഈ XSRനെ വിളിക്കാം. XSR 155 എങ്ങനെയുണ്ട് ഓടിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻജിൻ്റെ ഡീറ്റെയിൽസിലേക്കും അതുപോലെ തന്നെ വേരിയൻ്റ് ഡീറ്റെയിൽസിലേക്കും പ്രൈസിലേക്കൊക്കെ നമുക്ക് പോകാം. ഒരു റെട്രോ സ്റ്റൈൽ വണ്ടിയാണ് എന്ന് വെച്ച് വണ്ടി കയറാതെ ഒരു പമ്മുന്ന ഒരു വണ്ടിയല്ല ഇത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ R15ൻ്റെ അതുപോലെ MT15ൻ്റെയും പ്രൂവൺ സെയിം എൻജിൻ സെയിം ചാസി ഉള്ള ഒരു അടിപൊളി ബൈക്കാണിത്. ഇവൻ്റെ ലുക്ക് കണ്ട് നമ്മൾ വിചാരിക്കും പാവം വണ്ടി, പക്ഷെ അല്ല. വണ്ടി നല്ല സൂപ്പർ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് സ്പീഡ് കയറുന്ന രീതിയിൽ തന്നെയാണ് യമഹ ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും 17 ഇഞ്ച് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലിക്കബിളാണ് ഈ ഒരു വണ്ടി. പിന്നെ ആക്സിലറേഷൻ നല്ല രീതിയിൽ വണ്ടി കയറും. 100 എന്നൊക്കെ പറയുന്നത് നല്ല സുഖമടിച്ച് കയറുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു XSR 155. ബ്രേക്കിങ്ങും നല്ല ബൈറ്റുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ ABS ഈ വണ്ടിക്ക് യമഹ കൊടുത്തിട്ടുമുണ്ട്. ഷോക്ക് അബ്സോർബർ ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെങ്കിൽ സസ്പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും തന്നെ പറയാനില്ല ഈ വണ്ടിയെക്കുറിച്ച്. XSR 155ലെ ഗിയേഴ്സും അതുപോലെ ഗിയർ ബോക്സും ക്ലച്ചും എല്ലാം തന്നെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു കംപ്ലൈൻറ്റ് പറയാനില്ല. പിന്നെ നമ്മുടെ ഓൺ ദ ഗോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വിക്ക് ഷിഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഒരു സിറ്റി ക്രൂസർ എന്ന രീതിയിൽ ചെയ്തേക്കുന്നുണ്ട്. അതൊന്നും ഈ വണ്ടിക്ക് ഇപ്പം ഇല്ല. ആ താറിൻ്റെ വീല് കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അത് പറഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും യമഹ കൊടുക്കുന്നുണ്ട്.
അതിലുള്ള പവർ ഭയങ്കര മോശം അല്ലെങ്കിൽ ഭയങ്കര റെയിനി അല്ലെങ്കിൽ സ്ലിപ്പറി ഒരു വഴി കൂടെ പോകുമ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ്. ഒരു 155 എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ വേറെ ചോദ്യം, ബട്ട് ഇറ്റ് ക്യാൻ കീപ്പ് യു സേഫ്. പിന്നെ ഈ വണ്ടിയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് സാധനങ്ങൾ ഞാൻ പറയാം. ഈ വണ്ടിക്ക് കർവ് വെയിറ്റ് വരുന്നത് വിത്ത് ഓയിൽ ആൻഡ് ഫുൾ ടാങ്ക് ഫ്യൂവൽ 137 കിലോ ആണ് വരുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വണ്ടി ഓടിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ലേഡി റൈഡേഴ്സിനും ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാവം വണ്ടി എന്ന് തോന്നുള്ളൂ, പക്ഷേ കൈ കൊടുത്തു കഴിഞ്ഞാൽ 100 നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുട്ടുപോലെ കയറും, പുട്ടുപോലെ 100 അങ്ങനത്തെ ഒരു വണ്ടിയായത്. പക്ഷേ എപ്പോഴും എനിക്ക് സ്പീഡിൽ പോണേ എന്ന് പറഞ്ഞ് കരയത്തുമില്ല. നമുക്ക് ഏത് മൂഡിലാണോ ആ മൂഡിൽ ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ് യമഹ XSR 155. നമുക്ക് യമഹ XSR 155ൻ്റെ സ്പെക് ഷീറ്റ് ജസ്റ്റ് നോക്കാം. അപ്പം ഇത് വരുന്നത് 155cc ലിക്വിഡ് കൂൾ 4 വാൽവ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 18.4 HP അറ്റ് ദ റേറ്റ് 10,000 RPM ആണ്. ടോർക്ക് വരുന്നത് 14.2 ന്യൂട്ടൺ മീറ്റർ അറ്റ് ദ റേറ്റ് 7,500 RPM ആണ്. പിന്നെ ട്രാൻസ്മിഷൻ വരുന്നത് 6 സ്പീഡ് വിത്ത് സിൽപ്പർ ക്ലച്ച് ആണ്. വെയിറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ 137 കിലോ ഉള്ളൂ. സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആണ്. ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 10.4 ലിറ്റേഴ്സാണ്. പിന്നെ നിങ്ങൾക്കറിയാം R15 MT15 റേഞ്ച് എവിടെയാണ് നിൽക്കുന്നത് അറിയാം, മൈലേജിൽ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഫ്യൂവൽ കൺസംപ്ഷൻ ഇൻഡിക്കേറ്റർ നമുക്ക് തരും. അതുപോലെ തന്നെ വൈ കണക്ട്, സ്മാർട്ട് ഫോൺ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും യമഹ XSR 155 നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും യമഹ XSR 155 2 മോഡിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് കാഫേ റേസർ, അതൊരു 11,915 റുപ്പീസും കൂടെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ അതിൻ്റെ മോഡ്സ് എല്ലാം തന്നെ നമുക്ക് വണ്ടി ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു സ്ക്രാംബ്ലർ ലുക്കിൽ നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ് വരുന്നത് 12,330 ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ഈ വണ്ടിയുടെ കളറും അതിൻ്റെ വിലയും ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. ആദ്യം പറയാനുള്ളത് മെറ്റാലിക് ബ്ലാക്ക്, അത് വരുന്നത് 1,59,990 രൂപയാണ് എക്സ് ഷോറൂം. പിന്നെ ഉള്ളത് മെറ്റാലിക് ബ്ലൂ, അത് വരുന്നത് 1,49,990 രൂപയാണ്. പിന്നെ ഉള്ളത് മെറ്റാലിക് ഗ്രേ, അത് വരുന്നത് 1,57,990 രൂപയാണ്. പിന്നെ ഉള്ളത് വിവിഡ് റെഡ്, അത് വരുന്നത് 1,53,990 രൂപ. പിന്നെ ഉള്ളത് ഗ്രേയിഷ് ഗ്രീൻ മെറ്റാലിക്, അത് വരുന്നത് 1,59,990 രൂപ. ഈ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ. ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മെയിൻ പോയിൻ്റ് ഞാൻ പറയുവാണെങ്കിൽ R15 MT15 ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വണ്ടി വെച്ച് ഹൈവേ ടൂറിങ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സിറ്റി റൈഡ്, അങ്ങനെ ഷോർട്ട് റൈഡ്സിൻ്റെ പറ്റിയൊരു വണ്ടിയാണ് യമഹ XSR 155. ഈ ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. എന്ന് വെച്ചാൽ R15 MT15 സെയിം എൻജിൻ എന്ന് പറയുമ്പോൾ തന്നെ എവിടെയാണ് മൈലേജ്, എവിടെയാണ് പവർ കിടക്കുന്നതെന്ന്. VVA വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്നൊരു ടെക്നോളജി യമഹ ഉപയോഗിക്കുന്നുണ്ട്. ഹയർ റെവ്സിൽ നമുക്ക് കിട്ടുന്ന പവർ ഇത് ഓടിച്ച എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇതിൻ്റെ ഒരു സമ്മറി പറയുവാണെങ്കിൽ നിയോ റെട്രോ സ്റ്റൈലിംഗ് വിത്ത് പ്രൂവൺ മെക്കാനിക്കൽസ്. യമഹ R15 MT15 പ്രൂവൺ മെക്കാനിക്കൽസ് ഉള്ള ഒരു കിലാടി സാധനം തന്നെയാണ് യമഹ നമുക്കായി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ എക്സോസ്റ്റ് നോട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ ഗൈസ്. അപ്പം ഡു സപ്പോർട്ട് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദി ചാനൽ. അത് നമുക്ക് ഒരു ഗ്രോത്താണ്. നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്ന് പറയാനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ കൂടുന്നത് നമുക്ക് ഭയങ്കര വലിയൊരു പ്ലസ്സാണ്. ഇത് നേരത്തെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ഒരു വണ്ടി വരാൻ താമസിച്ചതിൽ സോറി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരാൻ പോകുന്നത് നമ്മൾ TVS N-Torq 150 ആണ്. Please do stay tuned and wait for the video. See you folks next time. Until then, take care. Bye.